ഹായ് കൂട്ടുകാരെ, ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒരു അടിപൊളി ഓഫറുമായിട്ട് കേട്ടോ. അതും ക്രിസ്മസ് ഓഫറാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ. നമ്മൾ ഈ പ്രാവശ്യം കുറേ എക്സോട്ടിക് വെറൈറ്റീസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് L49 എന്ന് പറഞ്ഞാൽ ഗുവ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പേരയാട്ടോ L49. ഇപ്പോൾ വ്യാവസായികമായി കൃഷി ചെയ്യുന്നതിൽ ഒരുപാട് പേര് ചൂസ് ചെയ്യുന്നൊരു വെറൈറ്റിയും കൂടിയാണ് L49. അതിൻ്റെ എയർ ലെയറിങ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. റേറ്റ് 200 രൂപയാട്ടോ. അടുത്തത് വരുന്നത് സീഡ്ലെസ് ലെമൺ. സാധാരണ ലെമൺ പോലെ തന്നെ അച്ചാർ ഇടാനാണെങ്കിലും എല്ലാത്തിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായാണ്. നമുക്ക് വെള്ളമടിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കാനാണെങ്കിലും അച്ചാർ ഇടാനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് സീഡ്ലെസ് ലെമൺ. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് 180 രൂപയാട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്ന പ്ലാവാട്ടോ. ഈ ഒരു പ്ലാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ ചെറുതിലേ തന്നെ കാ പിടിക്കും. ഒരു 1.5 വർഷം പ്രായമുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതിൽ കാ പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇതുപോലെ പെട്ടെന്ന് തന്നെ കാ പിടിക്കുന്നൊരു വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എർലി. ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് 180 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് തായ് ഓൾ സീസൺ മാവ്. അതായത് ഇതും ഇതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ വളരെ ചെറുതിൽ ഇതൊരു 2 വർഷം പഴക്കമുള്ള തൈയാണ്. അതിൽ ഒരുപാട് കൊലകുത്തി കായ്ച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് 180 രൂപയുള്ളൂ കേട്ടോ റേറ്റ്. ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. അടുത്തത് വരുന്നത് തായ് ഓൾ സീസൺ കാട്ടിമൻ. ഇത് നമുക്ക് നല്ല ടേസ്റ്റാണ് പഴുത്ത് കഴിഞ്ഞാൽ. അത് മാത്രമല്ല മറ്റേത് മാവുകളെയും വെച്ചിട്ട് പിറ്റേ വർഷം നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സീസണിൽ തന്നെ കായ്ക്കുന്ന ഒരു മാവാണ് കാട്ടിമൻ. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള 3 അടീൻ്റെ മേലെ ഹൈറ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് 300 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് ജാമുൻ വെറൈറ്റിയിൽ വൈറ്റ് ജാമുൻ ആട്ടോ. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കത്തില്ല. നമുക്ക് പോട്ടിൽ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. 180 ഉള്ളൂ റേറ്റ്. ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റാണ്. അടുത്തത് വരുന്നത് ബെറാപ്പിളിലെ ഏറ്റവും വലുപ്പമുള്ള വെറൈറ്റി ആയിട്ടുള്ള തായ്വാൻ ഗ്രീൻ ആട്ടോ. 200 രൂപയുള്ള റേറ്റ്. ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. നിങ്ങൾ നോക്കുകയും ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലുള്ള കായായിരിക്കും കേട്ടോ അതിൻ്റെ അകത്ത് ഉണ്ടാകുക. ഒറ്റ സീഡാണ് ഉണ്ടാകുക. ഇതാണ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഭാഗമായിരിക്കും. നല്ല മധുരമാണ്. അത്യാവശ്യം നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ക്രിസ്പിനെസ് ആണ്. കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്പിളിൻ്റെ ഷേപ്പ് ഉണ്ടെങ്കിൽ പോലും ആപ്പിളിൻ്റെ ടേസ്റ്റ് അല്ല. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത്. 200 രൂപയുള്ള റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ബെറാപ്പിളിൻ്റെ തന്നെ റെഡ് കളറിലുള്ള റെഡ് സുന്ദരി ബെറാപ്പിളും 200 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. ഇതുണ്ടോ, അത് ഇതുപോലെ തന്നെ ഈ ഒരു റെഡിഷ് കളറിലേക്ക് ശരിക്കും ഈ ഒരു കളറല്ല, നമ്മുടെ ക്ലൈമറ്റിൽ ഈ ഒരു റെഡിഷ് കളറിലേക്കേ വരുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലൈമറ്റ് നമ്മുടെ ഈ കേരളത്തിലെ ക്ലൈമറ്റിന് ഈ ഒരു കളറാണ് കിട്ടുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല കളർ വരും. അത് മാത്രമല്ല ഒരുപാട് കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ട് നട്ടാൽ മതി. അതുപോലെ നല്ല ചാണകം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഗ്രോത്ത് ആകും കേട്ടോ. കാരണം ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് റെഡ് സുന്ദരീൻ്റെ നിൽക്കുന്നത്. അടുത്തത് വരുന്നത് അവക്കാഡോൻ്റെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അവക്കാഡോൻ്റെ പൊള്ളോക്ക് വെറൈറ്റി. 250 രൂപയാണ് റേറ്റ്. ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു 2 വർഷം പഴക്കമുള്ള പ്ലാന്റാണ്. ഇതിലിങ്ങനെ ഒരുപാട് കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കായ്കളൊന്നും നമ്മൾ നിർത്തരുത്. അത് കട്ട് ചെയ്തിട്ട് ഒരു 2-3 കാ നിർത്തിയിട്ടുണ്ടെങ്കിലാണ് ആ കായ്ക്ക് ഒറിജിനലായിട്ടുള്ള ഒരു വലിപ്പം വരുള്ളൂ. ഒരു 500 ഗ്രാമിൻ്റെ മേലേക്ക് വലിപ്പം വരുന്ന കായ്കളാണ് ഉണ്ടാവുക. നല്ല ഓവൽ ഷേപ്പിലായിരിക്കും കായിൻ്റെ ഷേപ്പ് ഉള്ളത്. അത്യാവശ്യം നല്ല ഫ്ലഷ് ഉള്ള വെറൈറ്റിയാണ്. അടുത്തത് വരുന്ന ക്രിംസം റെഡ് സീഡ്ലെസ് ഗുവ. ഞാൻ കഴിച്ചിട്ടുള്ള പേരയ്ക്കകളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പേരയ്ക്ക കേട്ടോ ക്രിംസം റെഡ്. കുരു ഉണ്ടാവില്ല, ഭയങ്കര ക്രിസ്പിനെസ് ആണ്. അതേപോലെ നല്ല ടേസ്റ്റാണ്. നമുക്കത് കഴിച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടുകൾ വന്നിട്ടുള്ള പ്ലാന്റ് ആട്ടോ. അടുത്തത് വരുന്നത് നേവൽ ഓറഞ്ച് ആട്ടോ. നേവൽ ഓറഞ്ച് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്, നല്ല മധുരമാണ്.
അതുപോലെ തന്നെ സീഡ്ലെസ് ആട്ടോ. നെവൽ ഓറഞ്ചിൻ്റെ പ്രത്യേകതയാണ് ഓൾ സീസൺ ആണ്. അത് മാത്രമല്ല നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും കാ പിടിക്കുന്ന വെറൈറ്റിയാണ്. ഇതൊക്കെ ഒരുപാട് എല്ലായിടത്തും എത്തിയിട്ടുള്ളൊരു വെറൈറ്റി അല്ല കേട്ടോ, എക്സോട്ടിക് വെറൈറ്റിയാണ്. അപ്പം 300 രൂപയുള്ള റേറ്റ് വരുന്നത്. ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് മാൻഡറിൻ ഓറഞ്ച് ആട്ടോ. ഓറഞ്ചുകളുടെ രാജാവ് എന്നൊക്കെ പറയപ്പെടുന്നു. ഇത് ഒരുപാട് വലിപ്പം ഉണ്ടാവില്ല, കുഞ്ഞി കായായിരിക്കും, പക്ഷെ ഒരുപാട് നല്ല സ്വീറ്റാണ്. അതുപോലെ കേരളത്തിലെ ക്ലൈമറ്റിൽ കൊലകുത്തി കായ്ക്കുന്ന ഒരു വെറൈറ്റി ആട്ടോ. നമുക്ക് ഒരുപാട് കായ്കൾ തരുന്നതാണ്. ഇപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ പോലും ചെറിയ പ്ലാന്റിൽ തന്നെ ബഡ്സ് ആയിട്ടുണ്ട്. പൂ വിരിഞ്ഞു. ആ പൂ വിരിഞ്ഞത് കൊഴിഞ്ഞ് ആ 5 പൂവ് വിരിഞ്ഞെങ്കിൽ ആ 5 പൂവിലും കാ പിടിച്ചിട്ടുണ്ട്. ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടുതരാം. കാരണം കായ വലുതായിട്ടില്ല, ചെറിയ പ്ലാന്റാണ്. അടുത്തത് വരുന്നത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ആട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ സെയിൽ ചെയ്യുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. 280 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഈ സ്റ്റാർ ഫ്രൂട്ട് നമ്മളങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. ഇതൊന്നും അങ്ങനെ നടുന്ന സമയത്ത് അത്യാവശ്യം നല്ല ആഴമുള്ള കുഴി എടുത്തിട്ട് അതിലേക്ക് ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ്, കരിയിലേൻ്റെ പൊടി, ഒരു കൈ വേപ്പിൻ പിണ്ണാക്ക്, ഒരു കൈ എല്ലുപൊടി, ഈ ഒരു പോട്ടി മിക്സിൽ ആ കുഴി ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലാട്ടോ നമ്മൾ ഈ തരുന്ന ചെടി നടേണ്ടത്. അടുത്തത് വരുന്നത് ബനാന സപ്പോട്ട ആട്ടോ. സപ്പോട്ട വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ബനാന സപ്പോട്ട. നല്ല നീളത്തിലൊരു ഓവൽ ഷേപ്പിലാണ് ബനാന സപ്പോട്ടൻ്റെ ഷേപ്പ് ഉള്ളത്. ഓൾ സീസണാണ്, എപ്പോഴും കായ ഉണ്ടാവും. അതായത് പല വലുപ്പത്തിലുള്ള കായകൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. കാ മൂത്തതുണ്ടാവും, ഫ്ലവറിങ് സ്റ്റേജിലുള്ളതുണ്ടാവും, അതിൻ്റെ ചെറുതുണ്ടാവും. നമുക്കതുകൊണ്ട് എപ്പോഴും തന്നെ ഇതിൻ്റെ അകത്ത് കായ ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് 200 രൂപയോട്ട് റേറ്റ് വരുന്നത്. കണ്ടോ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് പൊമേലോ വെറൈറ്റി, അതായത് ബബ്ലി മൂസ് എന്നൊക്കെ പറയുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ്. പുറത്ത് യെല്ലോ കളർ ആണെങ്കിൽ അകം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളറിലായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടോ ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ്. നമ്മൾ അയക്കുന്നത് DTDC കൊറിയർ വഴിയാട്ടോ. അടുത്തത് വരുന്നത് ആഫ്രിക്കൻ യെല്ലോ മാൾട്ട മുസംബി ആട്ടോ. ഇതൊരു ഇടത്തരം വലുപ്പമുള്ളതാണ്. അത് നല്ല സ്വീറ്റാണ്. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതൊക്കെ നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കാ പിടിക്കുന്ന വെറൈറ്റീസ് ആട്ടോ. അടുത്തത് വരുന്നത് വിയറ്റ്നാം മാൾട്ട മുസംബി. ഈ വിയറ്റ്നാം മാൾട്ട മുസംബിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ പച്ചയിലെ തന്നെ കായ്ക്ക് നല്ല മധുരമായിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ്, നല്ല സ്വീറ്റാണ്. നമുക്ക് എപ്പോഴും തന്നെ കായ കിട്ടും, ഒരുപാട് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും ഒരുപാട് വലിപ്പം വെക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ടെറസിലെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.